നമസ്കാരം ചേട്ടാ. നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരിക്കുകയാണ്. ഇതിന് ഒരു മുൻകൂർ ജാമ്യം നൽകുന്ന ഒരു ഘട്ടത്തിലേക്ക് തന്നെയാണോ പോകുന്നത്? തീർച്ചയായും മേഘ, വളരെ പ്രധാനമായ അതിസുപ്രധാനമായ ഒരു തീരുമാനം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. അതായത് 15-ാം തീയതി വരെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യരുത് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കേസിന്റെ ഗ്രാവിറ്റി കൂടി നോക്കണം. ഏതെല്ലാം വകുപ്പുകൾ പ്രകാരമാണ് FIR എന്ന് നോക്കണം. ആ നിലയ്ക്ക് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് പ്രഥമ ദൃഷ്ട്യാ പ്രൈമ ഫേസെ പോലും ഈ തെളിവുകൾ ഒന്നും തന്നെ പരിഗണിക്കാതെ എന്ന് വേണം നമ്മൾ കരുതാൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തടയുന്നു എന്നുള്ള ഏറ്റവും സുപ്രധാനമായ കാര്യം. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഹൈക്കോടതിയുടെ ഈ തീരുമാനത്തിന് കാരണമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജില്ലാ കോടതിയുടെ വിധി തന്നെയാണ്. ജില്ലാ കോടതിയുടെ അസൽ വിധി പകർപ്പുമായിട്ടാണല്ലോ ഈ കേസിൽ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിനായിട്ട് അഭിഭാഷകൻ പോവുക, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പോവുക. അവിടെ ജില്ലാ കോടതിയുടെ ഈ 21 അല്ലെങ്കിൽ 22 പേജ്, 22ാമത്തെ പേജിൽ കോപ്പി 2 എന്നോ മറ്റൊരു ഭാഗം മാത്രമാണ് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ 21 പേജ് എന്ന് പറയുന്നത്. 21 പേജുള്ള ഈ വിധി പകർപ്പ് വായിച്ച് നോക്കുന്ന ഒരു ന്യായാധിപന് ഈ കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തടയണം എന്നൊരു വാദം പ്രതിഭാഗം ഉന്നയിക്കുമ്പോൾ അത് അങ്ങനെ തന്നെ അംഗീകരിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു വിധിയാണ് തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലാ കോടതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തടഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം നൽകിയില്ലല്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആ വിധിപ്പകർപ്പിലുണ്ട്. ജില്ലാ കോടതിയിലെ വിധിപ്പകർപ്പിൽ തന്നെ പ്രതിഭാഗം പറഞ്ഞ ഓരോരോ കാര്യങ്ങളായി അക്കമിട്ട് ആ കോടതി അംഗീകരിച്ചിട്ടുണ്ട്, ജില്ലാ കോടതി അംഗീകരിച്ചിട്ടുണ്ട്. ബലാത്സംഗം നടന്നതിന് തെളിവില്ല, ബലാത്സംഗമല്ല നടന്നത് എന്ന പ്രതിഭാഗത്തിന്റെ വാദം കോടതി ജഡ്ജ്മെന്റിൽ തന്നെ അംഗീകരിക്കുന്നു. ബലാത്സംഗം നടന്നതിന് പ്രാഥമികമായി ഈ തെളിവുകൾ ഒന്നും തന്നെ ഇല്ല എന്ന് ജഡ്ജ്മെന്റിൽ എഴുതിയിരിക്കുന്നു. 2, രാഷ്ട്രീയ പ്രേരിതമാണ് ഈ കേസ്, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് പൊക്കിക്കൊണ്ടുവന്ന കേസാണ് എന്ന് പ്രതിഭാഗം വാദിച്ചു. ആ വാദം കോടതി അംഗീകരിച്ചു. അത് നിലനിൽക്കില്ല, അത് തള്ളിക്കളയുന്നില്ല കോടതി എന്ന് കോടതി ജഡ്ജ്മെന്റിൽ എഴുതി വെച്ചു. 3ാമത്, ഈ പെൺകുട്ടി ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങി 3 മാസമായിട്ടും പരാതി നൽകിയില്ല, 3 മാസം കഴിഞ്ഞിട്ടും പരാതി നൽകിയില്ല. പരാതിക്കാരി പരാതി നൽകാൻ തയ്യാറായ കാലതാമസം അതിനെ കോടതി ഗൗരവമായി തന്നെ പരിഗണിച്ചു. അത് ഗൗരവമായി തന്നെ കോടതി പരിഗണിക്കുന്നുവെന്ന് കോടതി ജഡ്ജ്മെന്റിൽ തന്നെ എഴുതി വെച്ചു. പക്ഷെ പെൺകുട്ടിയുടെ കുടുംബ പശ്ചാത്തലവും മറ്റും കൊണ്ട്, അത്തരത്തിലുള്ള പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് സുപ്രീം കോടതിയുടെ ചില വിധി ന്യായങ്ങൾ എടുത്തു വെച്ചുകൊണ്ടാണ് ഈ കാലതാമസം അത് സംഭവിക്കാവുന്നതാണ് എന്ന് കോടതി പറഞ്ഞത്. അങ്ങനെ ഓരോന്നോരോന്നായി കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ ആവശ്യമില്ല ഈ കേസിൽ, എന്റെ കക്ഷി ഒരു ജനപ്രതിനിധിയാണ്, അതുകൊണ്ട് കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ ആവശ്യമില്ല എന്ന പ്രതിഭാഗത്തിന്റെ വാദം കോടതി അംഗീകരിച്ചു. കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ ആവശ്യമില്ല എങ്കിൽ ഇല്ല എന്നുള്ള കാര്യം അംഗീകരിക്കുമ്പോൾ തന്നെ ഈ കേസിൽ അസാധാരണമായ അധികാരം ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമാണ് സുപ്രീം കോടതി വിധികളെ ഉദ്ധരിച്ചുകൊണ്ട് ഈ വിധി പകർപ്പിൽ പറഞ്ഞത്. ഇങ്ങനെ ഒരു വിധി പകർപ്പുമായിട്ടാണ് നേരെ ഹൈക്കോടതിയിലേക്ക് മുൻകൂർ ജാമ്യത്തിനായി ചെല്ലുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോൾ ആദ്യം തന്നെ ഹൈക്കോടതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തടയുന്നു എന്ന് പറയുമ്പോൾ മേഘ നേരത്തെ സൂചിപ്പിച്ച പോലെ മുൻകൂർ ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയിലേക്ക് തന്നെയാണ്, കൃത്യമായിട്ട് മുൻകൂർ ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയിലേക്ക് തന്നെയാണ് അത് വിരൽ ചൂണ്ടുന്നത്. അത് 15-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് അത് വലിയ ആശ്വാസമാണ്. അദ്ദേഹത്തിന്റെ അഭിഭാഷകനെ സംബന്ധിച്ചാകട്ടെ അദ്ദേഹത്തിന് പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി വന്ന് കൂടുതൽ തെളിവുകൾ അദ്ദേഹത്തിൻ്റെതായ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ, ഈ കാര്യങ്ങൾ തന്റെ ഭാഗം കൃത്യമായിട്ടും ഹൈക്കോടതിയുടെ മുമ്പിൽ അവതരിപ്പിക്കാനൊക്കെയുള്ള സമയം കിട്ടുന്നു. എനിക്ക് തോന്നുന്നു ഒരു ഇടക്കാല ജാമ്യത്തിന് സമാനമായ ഒന്നായി ഈ അറസ്റ്റ് ചെയ്യരുത്, നോട്ട് ടു അറസ്റ്റ് എന്ന് പറയുന്ന ഹൈക്കോടതിയുടെ ഈ വിധി അല്ലെങ്കിൽ ഈ നിർദ്ദേശം മാറുന്നു എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ കേസ് ബ്ലൂ ബട്ടർഫ്ലൈ നൽകിയ കേസാണ്. നമുക്കറിയാം, ബ്ലൂ ബട്ടർഫ്ലൈ എന്ന മെയിൽ ഐഡിയിൽ നിന്ന് KPCC പ്രസിഡന്റിനും അതുപോലെ മാധ്യമങ്ങൾക്കും അയക്കപ്പെട്ട ഒരു മെയിലാണ്. ആ മെയിലിന്റെ പേരിൽ FIR ഇട്ടപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. ആ പരാതി ജില്ലാ കോടതിയും പരിഗണിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇനി 15-ാം തീയതിയിലേക്ക് എത്തുമ്പോൾ അന്വേഷണ സംഘം എന്തൊക്കെ കണ്ടെത്തുന്നു എന്നുള്ളതും ഈ കേസിൽ പ്രധാനമായിരിക്കും. ഏതായാലും രണ്ടാമത്തെ കേസിലും അറസ്റ്റ് തടയണം അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശാസ്തമംഗലം അജിത് കുമാർ എന്ന തിരുവനന്തപുരത്തെ പ്രഗത്ഭനായ അഭിഭാഷകൻ ജില്ലാ കോടതിയിലേക്ക് പോകുന്നു. നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ജില്ലാ കോടതിയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കേസിൽ കൂടി മുൻകൂർ ജാമ്യം ലഭിക്കുക. അപ്പോൾ മാത്രമാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർഭയനായി പുറത്തു വരാൻ പറ്റുക. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് സമയമാണ്. പോലീസിന് സർക്കാർ എന്താണോ പറയുന്നത്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്താണോ പറയുന്നത്, അത് തന്നെയായിരിക്കും പോലീസ് ചെയ്യുക. പോലീസിനോട് അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യാം. എന്തിന് അറസ്റ്റ് ചെയ്തെന്നൊന്നും പിന്നെ ചോദിച്ചത് കോടതി പോയി പറയാനേ പറ്റുമോ? അപ്പോഴും രണ്ടാമത്തെ കേസിലാണ് അറസ്റ്റ് ചെയ്തത് എന്നുള്ള ന്യായം അവിടെ നിൽക്കുന്നു.
ഈ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സുരക്ഷിതനല്ല. കാരണം രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം ലഭിച്ചാൽ മാത്രമേ, കുറഞ്ഞപക്ഷം നോട്ട് ടു അറസ്റ്റ് ലഭിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് നിർഭയനായി പുറത്തു വരാൻ കഴിയൂ. അപ്പൊ അതുകൊണ്ട് രണ്ടാമത്തെ കേസുമായി ബന്ധപ്പെട്ട നിയമവ്യവഹാരം അല്ലെങ്കിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ശാസ്ത്രമംഗലം അജിത് കുമാർ പോകുന്നു. മേഘ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലും കഴിഞ്ഞ ആഴ്ചകളിലുമൊക്കെ കാടിളക്കിയുള്ള പ്രചാരണം, ശബരിമല സ്വർണ്ണക്കൊള്ളക്കെതിരെ കാടിളക്കിയുള്ള പ്രചാരണം, രാഹുൽ മാങ്കൂട്ടത്തിൽ പെണ്ണുപിടിയാനാണെന്നും അദ്ദേഹത്തിനെതിരെ അദ്ദേഹം പെൺകുട്ടിയെ പീഡിപ്പിച്ച് ബലാത്സംഗം ചെയ്ത് ഗർഭം ഉണ്ടാക്കി, ഗർഭഛിദ്രം നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് വ്യാപകമായ ആഘോഷമായിരുന്നു ഇവിടെ രാഷ്ട്രീയ എതിരാളികളുടെ ഭാഗത്ത് നിന്നല്ലെങ്കിൽ. ഈ രണ്ട് കേസുകളിലും തെളിവുകളുടെ അഭാവമുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഒരുപക്ഷെ ഈ കേസിന്റെ വിചാരണ ഘട്ടത്തിൽ അല്ലെങ്കിൽ അവസാന ഘട്ടത്തിൽ അദ്ദേഹം കുറ്റരഹിതനായി തീരാനുള്ള സാധ്യത കൂടുതലാണോ ഇപ്പോൾ? അതിലൊരു സംശയവുമില്ല മേഘ. ഇതിൽ നമ്മള് ഈ മുൻകൂർ ജാമ്യം പോലെയുള്ള കാര്യങ്ങൾ പരിഗണിക്കുന്ന ഘട്ടത്തിൽ പ്രൈമാ ഫേസെ, പ്രഥമ ദൃഷ്ടിയ FIR-ൽ ഇത്ര വകുപ്പുകളുണ്ട്, നമ്മുടെ മുമ്പിൽ ഇത്ര തെളിവുകളുണ്ട്. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രഥമ ദൃഷ്ടിയ ഇതിൽ കേസ് ഉണ്ടോ എന്ന് മാത്രമാണ് നോക്കുന്നത്. അതിനപ്പുറത്തേക്ക് കേസിന്റെ മെറിറ്റിലേക്ക് കടക്കുന്നതേ ഇല്ല. കേസിന്റെ മെറിറ്റിലേക്ക് കടക്കുമ്പോൾ ഇപ്പൊ പ്രഥമ ദൃഷ്ട്യാ തന്നെ ഇതിൽ ബലാത്സംഗ ആരോപണം നിലനിൽക്കില്ല എന്ന ഇപ്പൊ ഈ മുൻകൂർ ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ട് ജില്ലാ കോടതിയുടെ വിധി പോലും ഏറ്റവും പ്രധാനമാണ്. ബലാത്സംഗം നിലനിൽക്കാനുള്ള തെളിവ് പ്രഥമ ദൃഷ്ട്യാ ഇല്ല എന്ന് ജില്ലാ കോടതി പറഞ്ഞിരിക്കുന്നു. ഹൈക്കോടതിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നോട്ട് ടു അറസ്റ്റ് കിട്ടുന്നു. ഇനി 15-ാം തീയതി അവിടെ മുൻകൂർ ജാമ്യം കിട്ടുകയാണെന്ന് സങ്കല്പിക്കൂ. മുൻകൂർ ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ കേസ് കഴിഞ്ഞു എന്ന് പറയേണ്ടി വരും മേഘ. നമ്മുടെ മുമ്പിൽ സമാനമായ പല കേസുകളുമുണ്ട്. ഒരു കേസിൽ ഒരു പ്രതിക്ക് മുൻകൂർ ജാമ്യം കോടതി അനുവദിച്ചു എന്ന് പറയുമ്പോൾ ആ കേസിന്റെ ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഈ 100% നിന്ന് ഏതാണ്ട് 25-20% കുറയുകയാണ്. അങ്ങനെ ഒരു മുൻകൂർ ജാമ്യം കിട്ടിയാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പകുതി അദ്ദേഹം കുറ്റവിമുക്തനായി എന്ന് പറയേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇവിടെ ജില്ലാ കോടതിയിൽ നിന്ന് പോലും രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ നിരവധി പരാമർശങ്ങൾ അടങ്ങിയ ഒരു വിധി പകർപ്പുണ്ടായിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ ഉയർത്തിയ എല്ലാ വാദങ്ങളെയും കോടതി ഖണ്ഡിച്ചില്ല, അല്ലെങ്കിൽ കോടതി വിധി പകർപ്പിൽ തന്നെ ആ കാര്യം അക്കമിട്ട് പറയുന്നുണ്ട്. അപ്പോഴും അതിനും മുകളിൽ നിൽക്കുന്ന സമാനമായ കേസുകളിലെ സുപ്രീം കോടതി വിധികൾ ഉദ്ധരിച്ചുകൊണ്ട് ഇങ്ങനെയും സുപ്രീം കോടതി വിധി ചില കേസുകളിൽ മുൻകൂർ ജാമ്യം നൽകാതെ ഇരുന്നിട്ടുണ്ട്, അതിന്റെ ഗ്രൗണ്ട് ഇത് പറഞ്ഞിട്ടുണ്ട്, കാലതാമസത്തിന് ഇന്ന കാര്യം സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓരോരോ കാര്യങ്ങളായി അക്കമിട്ട് പറഞ്ഞുകൊണ്ടാണ് വളരെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പഠിക്കേണ്ട ഒരു വിധിന്യായം ജില്ലാ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ കേസിന്റെ ഗതി എങ്ങനെയാണ് പോകുന്നത്? അത് സെഷൻസ് കോടതിയിൽ തന്നെ ജാമ്യം കിട്ടാനുള്ള സാധ്യത കൂടുതലാണെന്ന് മനസ്സിലാക്കുന്നു. നമുക്ക് ഇത്രയും വകുപ്പുകളുള്ള ഒരു FIR-ുമായി, ഇത്രയും വകുപ്പുകളുള്ള ഒരു കേസുമായി ജില്ലാ കോടതിയിലേക്ക് പോകുമ്പോഴും ജില്ലാ കോടതിയിൽ നിന്ന് ഇത്ര അനുകൂലമായ മുൻകൂർ ജാമ്യം തള്ളിയെന്ന് ഒഴിച്ചാൽ മറ്റനുകൂലമായ നിരവധി ഘടകങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട്, രണ്ടാമത്തെ കേസുമായി ബന്ധപ്പെട്ട് പെൺകുട്ടിയുടെ മൊഴി എടുത്തിട്ടുണ്ടോ? ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു തെളിവും നിലവിലില്ല. ഒരു തരത്തിലും പെൺകുട്ടി നേരിട്ട് വന്ന ഏതെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞതായിട്ടുള്ള ഒന്നുമേ ഇല്ല. ഒരു മെയിൽ പരാതി മാത്രമാണുള്ളത്. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ചിന് എന്തോ അവർ നേരത്തെ വിവരം കൈമാറി എന്നൊക്കെ പറയുന്നു. അപ്പൊ എന്തുകൊണ്ട് ക്രൈംബ്രാഞ്ച് അത് ഗൗരവമായി എടുത്തില്ല, അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിന് എന്തുകൊണ്ട് ആ കേസുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. മറ്റൊരു ചോദ്യം ശ്രദ്ധിക്കേണ്ടത് മേഘ, മറ്റൊരു കാര്യമുണ്ട്. ഇതില് ഈ രാഷ്ട്രീയ കളികൾ എന്നൊക്കെ പറയുന്നത്, നമ്മളിപ്പോ ചില കേസുകളിൽ സർക്കാരിന്റെ പകവീട്ടിൽ എന്നൊക്കെ പറയുമ്പോൾ ചിലരത് അതിശയോക്തിയായിട്ടൊക്കെ കാണും. ഈ കേസിൽ തന്നെ നോക്കൂ, ക്രൈംബ്രാഞ്ചിന്റെ ഒരു കേസ് ഉണ്ടായിരുന്നു ഓൾറെഡി ഓഗസ്റ്റ് മാസം അവസാനമാണെന്ന് എനിക്ക് തോന്നുന്നു. ഓണത്തിന്റെ തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലാണ് ക്രൈംബ്രാഞ്ച് ഈ പുറത്തു നിന്നുള്ള എല്ലാവരുടെയും പരാതികളെല്ലാം കൂടെ സമാഹരിച്ചുകൊണ്ട് 3 വകുപ്പുകൾ ചേർത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു FIR ഇട്ടു. അത് തിരുവനന്തപുരത്ത് JFMC-യിൽ സമർപ്പിച്ചു. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം 3 മാസം നടത്തി. ആ കേസ് എവിടെയാണ് മേഘ? ആ കേസ് എവിടെയാണ്? ആ കേസല്ലേ അന്വേഷിച്ചുകൊണ്ടിരുന്നത്? ആ കേസുമായി ബന്ധപ്പെട്ടല്ലേ പെൺകുട്ടിയുടെ ഈ പുറത്തു വന്ന ശബ്ദരേഖയുമായി ബന്ധപ്പെട്ട് അത് ക്രൈംബ്രാഞ്ചിലേക്ക് കൈമാറുന്നതിന് പകരം എന്തിനാണ് പുതിയൊരു അന്വേഷണ സംഘം ഉണ്ടാകുന്നത്? എന്തിനാണ് നേരിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി പോകുന്നത്? എന്തിനാണ് മുഖ്യമന്ത്രി സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഒരു പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിച്ചുകൊണ്ട് ഈ കേസ് അന്വേഷിക്കുന്നത്? അപ്പൊ പഴയ കേസിനെ കുറിച്ച് ഇപ്പൊ നമുക്ക് ആർക്കും ഒന്നും അറിയില്ല. പഴയ ഒരു കേസ് ഉണ്ടായിരുന്നു, പുതിയതായിട്ട് ഇപ്പൊ ഒരു കേസ് എന്ന നിലയിലാണല്ലോ ഇപ്പോ. അപ്പൊ ഇതിനകത്തൊക്കെ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള വല്ലാത്ത പലതരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അന്തസ്സും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന രാഷ്ട്രീയ നേതാവിനെ അപകീർത്തിപ്പെടുത്താനോ അല്ലെങ്കിൽ അവമതിപ്പുണ്ടാക്കാനോ ഉള്ള
പല വിധമായ ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ബോധപൂർവ്വം ഉണ്ടാകുന്നു. പിണറായി വിജയൻ നേരിട്ട് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പിണറായി വിജയന്റെ ഓഫീസ് നിയന്ത്രിക്കുന്നത് പി ശശിയാണ്. പി ശശി എന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി പോലീസിന് നൽകുന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അത് രാഷ്ട്രീയ തീരുമാനമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു MLA-ക്കെതിരെ ഇങ്ങനെ ഒരു കേസ് വന്നിട്ടുണ്ട്. ഇത് ഈ നിലയ്ക്ക് ഈ ഫ്രെയിമിൽ ഇതിങ്ങനെ കൊണ്ടുപോകണമെന്നുള്ള രാഷ്ട്രീയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വേട്ടയാടപ്പെടുന്നത് നിസ്സംശയം പറയാം. അവിടെ കേരള ഹൈക്കോടതിയുടെ ഏറ്റവും സുപ്രധാനമായ ഇടപെടൽ, അറസ്റ്റ് ചെയ്യരുത്, 15-ാം തീയതി വരെ അറസ്റ്റ് ചെയ്യരുത്. കൃത്യമായും ഞാൻ കരുതുന്നു തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ നിന്ന് ഈ 2ാമത്തെ FIR-മായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം ലഭിക്കുമെന്ന് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നിർഭയനായി പുറത്തുവരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നമുക്ക് പറയാം, വെൽക്കം ബാക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ. പക്ഷേ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതിച്ഛായക്കേറ്റ ആഘാതമുണ്ട്. അത് എനിക്ക് തോന്നുന്നു വർഷങ്ങൾ എടുക്കുമായിരിക്കും തിരിച്ച് പഴയ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പ്രഭാവത്തിലേക്ക് അദ്ദേഹത്തിന് എത്തിച്ചേരാൻ, അല്ലെ? ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞപ്പോ തന്നെ രക്തസാക്ഷി പരിവേഷത്തിലേക്ക് പതിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് രാഷ്ട്രീയ എതിരാളികൾ മാത്രമല്ല, കോൺഗ്രസിന്റെ ചേരിയിൽ നിന്ന് തന്നെ, സ്വന്തം ചേരിയിൽ നിന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ അത്രയും കഴിവുള്ള കോൺഗ്രസിലെ കോൺഗ്രസിനെ പോലെ ഒരു സംവിധാനത്തെയൊക്കെ ഉണ്ടല്ലോ, അത്രയും വൈബ്രന്റ് ആക്കി നിർത്തിയ ഒരു നേതാവാണ് ഷാഫിയും രാഹുലും എന്ന് പറഞ്ഞാൽ. യൂത്ത് കോൺഗ്രസിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച സംസ്ഥാന പ്രസിഡന്റുമാരായിരുന്നു. തെരുവിലായിരുന്നേ ഈ രാഹുൽ വന്നിട്ട് 1 വർഷമേ ആകുന്നുള്ളൂ. അതിനു മുമ്പുള്ള എത്ര വർഷമാണ് തെരുവിലായിരുന്നത് യൂത്ത് കോൺഗ്രസ്? കോൺഗ്രസ്സുകാരും മുതിർന്ന കോൺഗ്രസ് നേതാക്കളാരും മുണ്ടുമടക്കി കുത്തിക്കൊണ്ട് തെരുവിലിറങ്ങിയിട്ടില്ല. തെരുവിലുണ്ടായിരുന്നത് കഴിഞ്ഞ 9.5 വർഷമായി തെരുവിലുണ്ടായിരുന്നത് യൂത്ത് കോൺഗ്രസ് ആയിരുന്നു. അങ്ങനെ ഒരു സംവിധാനത്തിന് ഏറ്റവും കൂടുതൽ പവർ കൊടുത്ത ആരാടാ എന്ന് ചോദിച്ചാൽ എന്താടാ എന്ന് തിരിച്ചു ചോദിക്കുന്ന, എവിടെയും മുണ്ടുമടക്കി കുത്തി നിൽക്കുന്ന ആ നിലയ്ക്ക് പിണറായി വിജയന്റെ ഒരു ലൈൻ അല്ലെങ്കിൽ പിണറായി വിജയനെ എതിരിടാനുള്ള ഏത് നിലയ്ക്കും ഏതറ്റം വരെയും പോയിട്ട് ഏത് തരത്തിലുള്ള രൂക്ഷമായ പ്രതികരണങ്ങളും നിർഭയമായി നടത്തിയിരുന്ന 2 നേതാക്കളാണ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും. അങ്ങനെയുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ രാഷ്ട്രീയ എതിരാളികൾ മാത്രമല്ല, സ്വന്തം ചേരിയിലുള്ളവർ വരെ വേട്ടയാടി അല്ലെങ്കിൽ അവർ പിറകിൽ നിന്ന് കുത്തി എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ, അതായത് ഈ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഈ ഉത്തരവ് വരുമ്പോൾ തന്നെ വരുന്നത്. സത്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് രക്തസാക്ഷി പരിവേഷം ഉണ്ടായി തുടങ്ങുകയാണ്. ആ രക്തസാക്ഷി പരിവേഷം ഇനി വരും ദിവസങ്ങളിൽ കൂടി വരും. ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ ഒരു രക്തസാക്ഷിയായി, ഒരു രാഷ്ട്രീയ രക്തസാക്ഷി പരിവേഷത്തോടെ കേരള രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരുന്ന അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ സജീവമാകുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ പിടിച്ചാൽ കിട്ടില്ല മേഘ. നേരത്തെ പറഞ്ഞതുപോലെ ഭാവി മുഖ്യമന്ത്രി എന്നുള്ളത് നമുക്ക് 2 പ്രാവശ്യം അതിന് കൂടുതൽ സ്ട്രെസ് കൊടുത്ത് 2 പ്രാവശ്യം സ്ട്രെസ് കൊടുത്ത് നമുക്ക് പറയേണ്ടി വരും. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതാ വരുന്നു ഭാവി മുഖ്യമന്ത്രി എന്ന്. രാഹുൽ മാങ്കൂട്ടത്തിൽ തിരികെ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്ന് തന്നെ ഇരിക്കട്ടെ, പക്ഷേ കോൺഗ്രസിലേക്കുള്ള മടക്കം എത്രത്തോളം സാധ്യമാണ്? കാരണം VD സതീശനടക്കം പറഞ്ഞൊരു കാര്യമുണ്ട്, പരാതിയുടെ അടിസ്ഥാനത്തിലല്ല ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അയാൾക്കെതിരെ നടപടിയെടുത്തത് എന്ന്. അപ്പോൾ VD സതീശനെ പോലെ, രമേശ് ചെന്നിത്തലയെ പോലെയുള്ള നേതാക്കൾ ഇനി അദ്ദേഹത്തെ തിരിച്ച് പാർട്ടിയിലേക്ക് സ്വീകരിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? മേഘ ഇതിന്റെ ഓരോ ഘട്ടങ്ങളായി മേഘ അനലൈസ് ചെയ്ത് നോക്കണം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ പ്രധാനപ്പെട്ട നേതാക്കൾ VD സതീശൻ നടത്തുന്ന പ്രതികരണങ്ങൾ, VD സതീശൻ നടത്തിയ പ്രതികരണങ്ങൾക്കൊക്കെ VD സതീശൻ നമ്മൾ വെറുതെ വേണമെങ്കിൽ നമുക്ക് പറയാം, ഈ സോഷ്യൽ മീഡിയയിലൂടെ അപകീർത്തിപ്പെടുത്തുന്നു, സൈബർ ബുള്ളിങ് ഉണ്ടാകുന്നു എന്നൊക്കെ, അത് PR ഏജൻസികൾ നടത്തുന്നതാണ് എന്നൊക്കെയാണോ? നമ്മൾ ശരിക്കും ഈ ഇത്രയും വലിയ ആക്ഷേപങ്ങൾക്ക് ശേഷം ഈ ശബ്ദരേഖയൊക്കെ പുറത്തു വന്ന് ഈ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളൊക്കെ രാജിവെച്ച് പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമല്ലാതെ ഒറ്റ ബ്ലോക്കായിരിക്കുന്ന MLA വേണമെങ്കിൽ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDFന്റെ MLA എന്ന് പറയാൻ പറ്റാത്ത ഒരൊറ്റയാളായി പാലക്കാട് പോയി ഇറങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓരോരോ മുഹൂർത്തങ്ങൾ ആയിട്ട് മേഘ ശ്രദ്ധിച്ചു നോക്കണം. പാലക്കാട്ടെ ജനങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ അത്രയേറെ ഇഷ്ടമാണ്. ആബാലവൃദ്ധം ജനങ്ങൾക്ക്, ചെറിയ കുട്ടികൾ മുതൽ ഇങ്ങനെ വൃദ്ധരായ മനുഷ്യർ വരെ, അമ്മമാർ വരെ, അവർക്കെല്ലാവർക്കും രാഹുൽ മാങ്കൂട്ടത്തിനെ ഇഷ്ടമാണ്. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഇപ്പൊ മോഹൻലാല് പറയാറുണ്ട്, എനിക്കറിയില്ല, എന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നത് പോലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം. അയാളെ, ആ ചെറുപ്പക്കാരനെ ഇഷ്ടമാണ്. അത് ഒരുപക്ഷെ ഷാഫി അവിടെ ഉണ്ടാക്കി വെച്ച ഒരു വല്ലാത്തൊരു തരംഗവും ഓളവും, ഏത് അടുക്കളയിലും ഏത് സമയത്തും ചെന്ന് കയറുന്ന അവരുടെ കുട്ടിയാണ് ഷാഫി. അത് അവിടുത്തെ അഗ്രഹാരത്തിലാകട്ടെ, അവിടുത്തെ ഏത് വീട്ടിലുമാകട്ടെ, ഏതിടത്തുമാകട്ടെ, ഷാഫി പറമ്പിലിന്റെ, ഞാനിത് പറയുന്നത് ഷാഫി പറമ്പിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അടുക്കളയിൽ കയറി കഞ്ഞിവെള്ളം കുടിക്കുന്ന
അവിടെ ജനിച്ചു വീണ കുഞ്ഞിനെ എടുത്ത് തോളിലിടുന്ന തോളിലിട്ടുകൊണ്ട് നടക്കുന്ന ഒരു രീതിയുണ്ട് അവിടെ. അവരുടെ വീട്ടിലെ ഭാഗമാണ്. അങ്ങനെ വേറെ MLA മാരുണ്ടെന്ന് എനിക്കറിയില്ല കേരളത്തിൽ. അത്രയും ഓരോ വീട്ടിലും ഷാഫി പറമ്പിലിന്റെ സ്വാധീനമുണ്ട്. അതേ സ്വാധീനം അതേപോലെ രാഹുൽ മാങ്കൂട്ടത്തിലിന് ഉണ്ടായി വന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് 19,000-ലധികം വോട്ടുകൾ ഷാഫി പറമ്പിലിന് 2016 ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം പാലക്കാട് ലഭിക്കുന്നത്. അത് 17,000-ലധികം 18,000-ഓളം വോട്ടുകളായിരുന്നെങ്കിൽ അതിനേക്കാൾ ഏതാണ്ട് 2,000-ഓളം വോട്ടുകൾ കൂടുതൽ കൊടുത്തിട്ടാണ് വാരിക്കോരി കൊടുത്തിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ തങ്ങളുടെ MLA ആയിട്ട് ഏറ്റവും വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പിൽ പാലക്കാട് സ്വീകരിക്കുന്നത്. പാലക്കാട് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടലിന്റെ സ്വീകാര്യത, കേരളമെമ്പാടും രാഹുൽ മാങ്കൂട്ടലിന് സ്വീകാര്യതയുണ്ട്. ഒരുപക്ഷെ പാലക്കാട് MLA-യും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു പരിധി വരെ ഒതുങ്ങിപ്പോയിരുന്ന ഷാഫിക്ക് മുകളിലൊന്നും ആ സമയത്തും രാഹുൽ വളർന്നിരുന്നില്ല. പക്ഷെ ഇപ്പോഴെന്താണ് അവസ്ഥ? ഇപ്പോഴെന്താണ്? ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന മനുഷ്യൻ, ചിലർക്ക് അദ്ദേഹത്തെ വെറുക്കുന്നവരോ എതിർക്കുന്നവരോ ഒക്കെ ഉണ്ടാകാം, പക്ഷെ ഒരു വിഭാഗം പേരെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ അത്രയേറെ സ്നേഹിക്കാൻ, രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ ഒക്കെ ഉള്ളൊരു അവസരമായി മാറുകയായിരുന്നു ഈ കേസ് എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ചിലരെങ്കിലും പറയുന്നവരുണ്ട് ഇറങ്ങി കളിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന്. അതായത് രണ്ടാമത്തെ ഇന്നിങ്സ് എന്ന് പറയുന്നത് ഇദ്ദേഹം കുറച്ചുനാൾ വീട്ടിലൊക്കെ ഇറങ്ങിയിരുന്നിട്ട് പിന്നെ ഈ ആക്ഷേപങ്ങൾക്ക് ശേഷം പാലക്കാട് ചെന്നിട്ട് ഇറങ്ങി കളിച്ചു, സെലിബ്രിറ്റികളെയൊക്കെ കൊണ്ടുവന്നു, വീണ്ടും റീലുകൾ ഇട്ട് കളിച്ചു. പുതിയ ജനറേഷൻ അതൊക്കെയാണ് വേണ്ടത്. പുതിയ ജനറേഷൻ നിങ്ങൾ ചൈനയിൽ എന്ത് സംഭവിക്കുന്നു, അടിയന്തരാവസ്ഥക്കാലത്ത് എന്തായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാകത്തില്ല. അപ്പൊ അവർക്ക് വേണ്ടത് റീലുകളാണ്. അപ്പൊ അങ്ങനെ ഒരു ഈ ജെൻസിയെ ആണല്ലോ രാഹുൽ ഗാന്ധി പോലും അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജെൻസിയെ കൂടി അഡ്രസ് ചെയ്യുന്ന പുതിയ കാല രാഷ്ട്രീയമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാഷ്ട്രീയം. അതാണ് ഷാഫി പറമ്പിലിന്റെ രാഷ്ട്രീയം. ആ രാഷ്ട്രീയം എനിക്ക് തോന്നുന്നു ഇടതുപക്ഷത്തെ യുവ നേതാക്കൾക്ക് പോലും പയറ്റാൻ പറ്റിയിട്ടില്ലാത്ത രാഷ്ട്രീയമാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയം പയറ്റിയ രാഹുൽ മാങ്കൂട്ടത്തിൽ രക്തസാക്ഷി പരിവേഷത്തോടെ തിരിച്ചു വരുന്നു. കോൺഗ്രസ് കൃത്യമായിട്ടും പ്രതികൂട്ടിലാകുകയാണ്. ഇപ്പോ മേഘ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനങ്ങൾ എടുത്തതെന്ന്. കോടതിക്ക് ബോധ്യമാകാത്ത ബോധ്യങ്ങൾ ഉണ്ടെങ്കിൽ ആ ബോധ്യങ്ങൾ കയ്യിലിരിക്കട്ടെ, അല്ലെങ്കിൽ ആ പരാതികളെല്ലാം നേരെ നീതിപീഠത്തിന് കൈമാറട്ടെ. എന്തിനാണ് നിങ്ങൾ ഈ പരാതികളെല്ലാം കൂടെ കെട്ടിപ്പൊതിഞ്ഞ് നിങ്ങളുടെ ടേബിളിൽ വെച്ചിരിക്കുന്നത്? നിങ്ങൾ എടുത്തിറക്കൂ എന്ന് സ്വാഭാവികമായിട്ടും സാധാരണക്കാരൻ പറയും. ഏത് കോൺഗ്രസ്സുകാരന്റെ മുഖത്ത് നോക്കിയും പറയും ആ രാഹുൽ മാങ്കൂട്ടത്തിൽ നല്ലൊരു ചെറുക്കനുണ്ടായിരുന്നു, അവനെ നിങ്ങളെല്ലാം കൂടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ എടുത്ത് പുറത്തു കളഞ്ഞല്ലോ. നിങ്ങളുടെ തെളിവുകൾ ഉണ്ടെങ്കിൽ എടുക്കുന്നേ. അതൊരു ക്രൈമാണല്ലോ. നിങ്ങളുടെ കയ്യിൽ തെളിവുകൾ ഉണ്ടാവുകയും നിങ്ങൾ ആ തെളിവുകൾ മറച്ചു വെക്കുകയും ചെയ്താൽ, നിങ്ങൾക്കൊരു ക്രൈം നടന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ, നിങ്ങൾ പോലീസിൽ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങളും ചെയ്യുന്നത് ക്രൈമാണ്. അങ്ങനെ ആ നിലയ്ക്ക് നിങ്ങൾ ആ ക്രൈം ചെയ്യുകയാണോ അതോ ഈ ചെറുക്കനെ വെറുതെ വേട്ടയാടുകയാണോ എന്ന ചോദ്യമൊക്കെ വരും മേഘ. ഞാൻ വീണ്ടും പറയുന്നു, പാർട്ടി കോൺഗ്രസ് ആണ്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിലേക്ക് തന്നെ തിരിച്ചു വന്നുകൂടാ എന്ന് യാതൊരു നിയമവുമില്ല. ശരി. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഉയർന്നു വരുമ്പോൾ തന്നെ പാരലലായിട്ട് ഉയർന്നു വന്ന മറ്റൊരു ആവശ്യമാണ് മെൻസ് കമ്മീഷൻ വേണം. മെൻസ് റൈറ്റ്സ് പറയാൻ വേണ്ടിയിട്ട് ഒരു കമ്മീഷൻ വേണം. അതിനുവേണ്ടി രാഹുൽ ഈശ്വർ ഇപ്പോഴും ജയിലിൽ തന്നെയാണ്. അപ്പോൾ താങ്കൾക്ക് എന്ത് തോന്നുന്നു? മെൻസ് കമ്മീഷൻ വേണം? മെൻസ് കമ്മീഷനെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ അത് രാഹുൽ ഈശ്വറിനോട് ഒപ്പം നിൽക്കുന്ന കുറച്ച് പേരുടെയും ഒരാവശ്യമാണ്. അതിൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ വിമൻസ് കമ്മീഷനുണ്ട്, വനിതാ കമ്മീഷനുണ്ട്, വനിതകളുടെ പരാതികൾ അഡ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ വനിതകൾക്ക് പരാതി കൊണ്ട് കൊടുക്കാൻ. പക്ഷേ വനിതാ കമ്മീഷൻ ഉള്ളത് കൊണ്ട് കേരളത്തിലെ എല്ലാ സ്ത്രീകളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നുണ്ട് എന്നോ എല്ലാ സ്ത്രീകളും വനിതാ കമ്മീഷന് മുമ്പിൽ ഇങ്ങനെ വരി നിൽക്കുകയാണെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അവര് ഉന്നയിക്കുന്ന ഒരു പ്രശ്നം ഇതാണ്, വനിതകൾ മാത്രമല്ലല്ലോ പുരുഷന്മാരും പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ നിലനിൽക്കുന്ന നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു സ്ത്രീ പരാതി കൊണ്ട് കൊടുത്താൽ മാത്രം ചിലപ്പോൾ അതിന്റെ പേരിൽ പോലീസ് വേട്ടയാടാൻ സാധ്യതയുള്ള പോലീസ് നടപടികൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പുരുഷന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ. പുരുഷന്മാരും പീഡിപ്പിക്കപ്പെടുന്നു. പുരുഷന്മാർ എന്ന് പറയുമ്പോൾ ലോകത്ത് നിന്ന് ആകാശത്ത് നിന്ന് പൊട്ടി വീണവരൊന്നും അല്ലല്ലോ. ഈ സ്ത്രീകളുടെ ഉദരത്തിൽ ഉണ്ടായി വരുന്നവരാണല്ലോ പുരുഷന്മാർ. ഒരു കുടുംബം, ഒരു വീടെന്ന് പറയുമ്പോൾ അവിടെ സ്ത്രീകൾ മാത്രമല്ലല്ലോ, അമ്മയും അല്ലെങ്കിൽ പെൺകുട്ടികളും മാത്രമല്ലല്ലോ, അച്ഛനുണ്ട്, മകനുണ്ട്, സഹോദരനുണ്ട്, ഇതെല്ലാം ചേരുന്നതാണല്ലോ ഒരു കുടുംബം. അങ്ങനെയാണല്ലോ ഒരു കുടുംബത്തിന്റെ നിലനിൽപ്പ്. അപ്പൊ ആ കുടുംബത്തിലെ ഒരു പെൺകുട്ടി വേട്ടയാടപ്പെടുന്നത് പോലെ തന്നെയാണല്ലോ ആ കുടുംബത്തിലെ ഒരു ആൺകുട്ടി വേട്ടയാടപ്പെട്ടാലും ആ കുടുംബത്തിന്റെ അന്തരീക്ഷം, കുടുംബത്തിന്റെ സമാധാനം മൊത്തം തകർന്ന് തരിപ്പണമാവുകയാണ്. അപ്പൊ ഇതെല്ലാം ബാലൻസ്ഡ് ആണ്, പരസ്പരം ബാലൻസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തൂണുകളായി നിൽക്കുന്ന സംവിധാനമാണ്. സ്ത്രീയും പുരുഷനും പരസ്പരം തൂണുകളായി നിൽക്കുന്ന സംവിധാനമാണ്. അവിടെ ഒരു വീട്ടിൽ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിൽ ഒരമ്മയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ ഏറ്റവും സ്നേഹിക്കുന്ന, അയാൾക്ക് നേരിട്ട് ചിലപ്പോൾ സഹോദരിമാരുണ്ടാകില്ലെങ്കിലും അയാളുടെ സഹോദരിമാരുണ്ടാകും. അയാളുടെ ആ നിലയ്ക്ക്
അയാളുടെ മകളുടെ സ്ഥാനത്ത് വരുന്ന പെൺകുട്ടികൾ ഉണ്ടാകും. ഇവർക്കെല്ലാം വലിയ അപമതിപ്പുണ്ട്. ഇത്തരം ഒരു കേസ് വരുമ്പോൾ ഇവരെല്ലാം വല്ലാതെ സമൂഹത്തിന്റെ മുമ്പിൽ വല്ലാതെ ആ നിലയ്ക്ക് ഒറ്റപ്പെടുത്തപ്പെടുന്നുണ്ടാകും. അല്ലാതെ ആ കളങ്കം അവരെയും കൂടി വേട്ടയാടുന്നുണ്ടാകും. ആ ഒരു സാഹചര്യത്തിലാണ് ഓരോ കേസിലും പുരുഷന്മാരും വേട്ടയാടപ്പെടുന്നു എന്നുള്ളത് ഗൗരവതരമാണ്. അതുകൊണ്ട് തന്നെയാണ് പുരുഷ കമ്മീഷന് വേണ്ടി രാഹുൽ ഈശ്വറിനെ പോലെയുള്ളവർ നിരന്തരം വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ കേസിൽ പോലും രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ പുരുഷന്മാർക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും രാഹുൽ ഈശ്വർ പ്രതികരണങ്ങൾ നടത്തിയൊക്കെ നിൽക്കുമ്പോഴും എനിക്ക് തോന്നുന്നു രാഹുൽ ഈശ്വറിന് പുറത്തു വരുമ്പോൾ, ജാമ്യം കിട്ടി പുറത്തു വരുമ്പോൾ അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുന്ന ഏറ്റവും വലിയ വാർത്ത രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യ ഹർജിയിൽ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള സുപ്രധാനമായ വിധി ഉണ്ടായിരിക്കുന്നു എന്നതായിരിക്കാം. അതുപോലെ രണ്ടാമത്തെ കേസിലും അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കിട്ടി എന്നുള്ളതായിരിക്കാം. അങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ശരി, ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി ചേട്ടാ. ഓക്കെ, താങ്ക് യു.